ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴക്കാലമായാൽ കണ്ണിലെ കരടും വേനൽക്കാലമായാൽ കണ്ണിലുണ്ണിയുമായ ഒരൈറ്റാണ് ചക്ക. മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചക്കനെ കൊണ്ടുള്ളത്. അപ്പോൾ ചക്ക പഴുത്ത് നല്ലോണം വീഴലും മഴക്കാലത്താണ്. അന്നേരമാണ് എന്തുണ്ടാക്കേണ്ടത്? ചക്ക ഹലുവ. സിമ്പിളായിട്ട് ചക്ക ഹലുവ ഉണ്ടാക്കേണ്ടതെന്ന് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റിന് ഇതാ അതിന് നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. ഉപ്പ ഇതാ ചക്കയൊക്കെ മുറിച്ച് തരുന്നുണ്ട്. ഉപ്പാക്ക് നല്ല ഇഷ്ടമാണ് പഴഞ്ചക്ക. ഞാൻ പഴഞ്ചക്കയാണ് കേട്ടോ എടുത്തത്. എനിക്ക് തോന്നുന്നു ഈ ചക്ക ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റായത് പഴഞ്ചക്ക കൊണ്ട് ഉണ്ടാക്കിയാലാണെന്നാണ്. പിന്നെ ഇത് അധികം വലിച്ചില്ലാത്ത പഴഞ്ചക്കയാണ്. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചക്കയാണ് പഴഞ്ചക്ക. വരിക്കച്ചക്കനേക്കാളും ഇഷ്ടം പഴഞ്ചക്കയാണ്. അതുകൊണ്ടാണ് നല്ല പാങ്ങിലിതാ ഉരുന്നിട്ടൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഇതാ ഒരു പാത്രം നിറയെ ചക്ക എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരുവൊക്കെ മാറ്റിക്കളയണം. എന്നിട്ട് ഇതാ ചുള മാത്രം അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 12 മണിക്ക് ഖത്തറിലേക്ക് ആങ്ങളെ പോകുന്നുണ്ട്. അപ്പം കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ടാണ് ചക്ക ഹലുവ ഉണ്ടാക്കാന്ന് വെച്ചാൽ 10:30 മണിക്കാണ് ഞാനിത് എനിക്കങ്ങനെ ചക്ക ഹലുവ ഉണ്ടാക്കി കൊടുക്കാമെന്ന് തോന്നിയത്. അപ്പം തന്നെ വേഗം ഉപ്പ ചക്ക മുറിച്ച് തരുമ്പം തന്നെ ഞാൻ വേഗം ഇതുപോലെ ഇതാ കുരുവൊക്കെ മാറ്റി കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. ഇതാ ഞാനതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഒന്നാമത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ഇതാ നിറയെ ഇട്ടിട്ട് അതും അരച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കുറച്ച് ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടി കട്ടിയില്ല ഉരുളിയോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് സാധാ അടുപ്പിൽ ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഫുള്ള് തെറിക്കും. ഇതാ നല്ലോണം തിള വരും. ഇതാ ഫുള്ള് കൈക്കൊക്കെ കണ്ട ഞാൻ കൈക്കൊക്കെ ഉറയിട്ടിട്ടാണ് ഇളക്കി കൊടുത്തത്. ഫുള്ള് ഗ്യാസിൻ്റെ മുകളിലും പിന്നെ ടൈൽസിലൊക്കെ തെറിച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ ഇളക്കി. കാരണം വെച്ചാൽ പുറത്തുനിന്ന് തീ പറ്റിച്ചിട്ട് അത് തീ കത്തുമ്പോഴേക്കും സമയം ലേറ്റ് ആവില്ലേ. അതുകൊണ്ടാണ് ഞാൻ വേഗം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചത്. കറക്റ്റ് 1 മണിക്കൂർ ഇത് ഇളക്കിയെടുക്കാനുണ്ട്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഫുള്ള് തെറിക്കാൻ തുടങ്ങിയപ്പോൾ പുറത്തന്നെ അടുപ്പ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉരുളി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടെടുത്ത് എന്നിട്ട് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം ഇതാ അതിലേക്ക് 1 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഏത് നെയ്യ് നിങ്ങൾക്ക് എടുക്കാം. മിൽമ നെയ്യ് വേണമെങ്കിൽ അതെടുക്കുക, ഓയിൽ വേണമെങ്കിൽ അതെടുക്കുക, ഏത് നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അത് 1 കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് 1/2 കപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ഏകദേശം 3/4 മണിക്കൂർ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ അതിൽ നിന്നും ഞാൻ ഒഴിച്ച എണ്ണയിലെ അതിതാ തിരിച്ച് ഇതുപോലെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇളക്കൽ നല്ലോണം തുടർന്നുകൊണ്ടേയിരിക്കണം. പിന്നെ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഞാൻ 11 മണിക്കാണ് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായത്. 12 മണി ആകാനായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർ അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായി, ഇനി മുട്ട സുർക്ക ഇതല്ല മുട്ടയപ്പാന്ന് ഇതെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് മുട്ട സുർക്കയാണോ മുട്ടയപ്പാന്നോ രണ്ടും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ആണ്ടിലൊരു ആണ്ടവനെ പോലെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റാണ് അതൊക്കെ. എനിക്കൊരു പൂതി വരണം അപ്പോഴേ അതുണ്ടാക്കും. അല്ലാണ്ട് എൻ്റെ വീട്ടിൽ ആരും ആ സാധനം ഉണ്ടാക്കാറൊന്നുമില്ല. എനിക്കൊരു തോന്നൽ വരുമ്പം ഞാൻ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പേര് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ മുട്ട സുർക്ക എന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്കത് മുട്ടയപ്പാണെങ്കിലും മുട്ടയപ്പ ആയിക്കോട്ടെ, മുട്ട സുർക്കയാണെങ്കിൽ മുട്ട സുർക്ക ആയിക്കോട്ടെ. കുറേ കണ്ണൂർ ഭാഗത്തുള്ളവർക്കൊക്കെ മുട്ട സുർക്കയെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് വിഭാഗത്തിലാണ് അവിടെ നിന്ന് എനിക്ക് തന്നെ സംശയമായിപ്പോയി. കൂടുതലും ഞാൻ കണ്ണൂർ ഭാഗത്തിലെ കൾച്ചറാണ് എൻ്റെതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഏത് ഭാഗത്തിലാണ് പെട്ടതെന്നൊക്കെ കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഇതാ നമ്മുടെ എണ്ണ നല്ലോണം തെളിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ നല്ല പാകമായിട്ടുണ്ട്. ഇനി ഉരുളി അടുപ്പത്ത് നിന്നും ഇറക്കി വെച്ചിട്ട് ഇതാ ചെരിച്ച് വെച്ച് കൊടുക്കണം. അതിൻ്റെ എണ്ണയൊക്കെ ഒരു ഭാഗത്തേക്ക് ഊറി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ചെരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ചൂടോടെ ആയതുകൊണ്ട് ഞാൻ അതിൽ അലുമിനിയം ഫോയിലും കൂടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ എല്ലാം ഇതുപോലെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഒരുപോലെ ഒന്ന് അതേ തവി വെച്ചിട്ട് തന്നെ ഞാനൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരുപോലെ ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇതാക്കിയതിന് ശേഷം ഇത് അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടായിന്.
പിന്നെ അതിന് ശേഷം നമുക്ക് കഴിക്കണമല്ലോ, ഇവിടെ ആരും കഴിച്ചു നോക്കിയിട്ടില്ല. എന്നിട്ട് ഞാൻ വന്നിട്ട് വീണ്ടും ഞാൻ അതിൻ്റെ ബാക്കി ചക്കയിൽ നിന്ന് കുറച്ചുകൂടെ എടുത്തിട്ട് ഇതുപോലെ ഞാനിതാ അലുവയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ അടിയിൽ വെളുത്ത വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ മിൽമ നെയ്യൊക്കെ ചേർത്തിന് കേട്ടോ. അങ്ങനെ അലുവയൊക്കെ നല്ല പോലെ തണുത്തതിന് ശേഷം കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് ഞാൻ അതിനെ തട്ടി കൊടുത്തിട്ട് ഇതാ പീസാക്കി എടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചക്കന് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോസൊക്കെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.